അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമ്മൾ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഫാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരും ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഗൈസ്. പിന്നെ നിൻ്റെ പറഞ്ഞ മാസ്ക് എടുത്ത് മാറ്റിയിട്ടില്ലല്ലേ? പിന്നെ ആ ക്രീപ്പറിൻ്റെ മാസ്ക് വയ്ക്കുന്നത് വെറുതെ ഒരു സുഖം, അല്ലാണ്ട് വേറെ എന്തിച്ചാ ഞാൻ പറയണ്ടേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദി ബയോമിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇത് നമ്മുടെ ഹൗസിന്റെ പിന്നിലാണ് ഈ ബയോമ വരുന്നത്. കുറെ ദൂരെ പോണം എന്നാലേ ഈ ബയോമ കിട്ടുള്ള. കുറെ ദൂരം ഇത് ബെറീസിന്റെ ബയോമാണ്. അപ്പം ഞങ്ങളൊരു ഫാം കണ്ടുപിടിച്ചു ഗൈസ്, ഒരു ബെറിക്ക് വേണ്ടിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം എന്താണ്, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് അതിൽ ഇത്തിരി ബോൺ വെച്ചിട്ട് ബോൺ മീലാക്കിയിട്ട് അതിങ്ങനെ നിൽക്കൊണ്ടിരുന്നാൽ കണ്ടോ ഗൈസ്, കുറേ ബെറി നമുക്കങ്ങനെ ഒപ്പിക്കാൻ പറ്റും. പിന്നെ അത് ഇതൊക്കെ എടുത്താൽ മതി. പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ആദ്യം നമുക്ക് വീട് നമ്മൾക്ക് വീടൊക്കെ ഇത്തിരി നല്ല ഭംഗി പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വാട്ടർഫോള് ഇത് തൊട്ട് മുന്നുള്ള വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കാതെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വാടാ. പിന്നെ ഇതാണ് വീടിൻ്റെ ഉൾഭാഗത്ത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ സ്റ്റോറേജ് ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നമ്മൾ കുറേ സ്റ്റോറേജ് ചെസ്റ്റ് ഉണ്ട്. പിന്നെ ക്രാഫ്റ്റ് ടേബിൾ, ഫർണസ് അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ ബാൽക്കണി ഗൈസ്, ചെറിയ രീതിയിൽ ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെ കുറേ നേരം നിൽക്കാനൊക്കെ പറ്റും. ഇനി നമുക്ക് താഴത്തോട്ട് ഇറങ്ങി പോവാം ഗൈസ്. ഓക്കെ, ഇനി താഴത്തോട്ട് ഇറക്കി പോകുമ്പോൾ ഇതാണ് മൈനിങ് ഏരിയ. ഇത് നമ്മൾ താഴത്തോട്ട് കുറേ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ കുറേ സ്വീറ്റ് ബെറി ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴത്തോട്ട് പോയി കാണിച്ചു തരാം. ഇങ്ങോട്ട് കുറേ നമ്മൾ മൈൻ ചെയ്ത് പോയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല, വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മേളിൽ പോയിട്ട് അവിടെ എന്തിച്ചാ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് നമ്മളുടെ ഒരു ഡോഗ് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരു ഡോഗ് ഇരിക്കുന്നുണ്ട്. ആ വഴി കൂടെ നമ്മളിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇവിടെ നമ്മൾ പൂക്കളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ദൂരെയായിട്ട് നമ്മൾ ഷിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വൂളുണ്ട്, അവിടെ ബീച്ചുണ്ട്. പിന്നെ ഇവിടെ വാട്ടർ മെലൻ ഇത്തിരി ഉള്ള ഗൈസ്, അത് നമ്മൾ ഇത്തിരി വെച്ചിട്ടുള്ള അത് നമ്മൾ കുറേ ആക്കും. പിന്നെ പംകിൻ ഉണ്ട്. ഇനി അവിടെ പംകിനൊക്കെ കൊണ്ടുപോയി നിറയ്ക്കണം. പിന്നെ നമ്മൾ താഴത്ത് ഒരു ട്രെയിനിങ് ഹാളൊക്കെ സെറ്റ് ചെയ്യുന്നൊരു പ്ലാൻ ഉണ്ട്. നടക്കുമെന്നറിയില്ല, നമ്മൾ നോക്കും ഗൈസ്. പിന്നെ ഇവിടെ സ്റ്റിയറിംഗ് വീല് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിക്ക് വീഴാണ്ടിരിക്കാൻ ബാക്കിൽ ഫെൻസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തേക്കും കൂടി ഒരു റൂമുണ്ട് ഗൈസ്. താഴത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ ട്രേഡിങ് ഹാളൊക്കെ സെറ്റ് ചെയ്യുക. ഇവിടെ ബെഡ് എന്തിച്ചാന്ന് വിചാരിക്കുക. അത് നമ്മൾ ഇവിടെ പണി ചെയ്യുമ്പോൾ ഇവിടെ റീസ്പോൺസ് സെറ്റാക്കിയ ബെഡാണ് ഗൈസ്. നമ്മൾ ഇവിടെ ട്രേഡിങ് ഹാൾ വെക്കാനൊക്കെ പ്ലാൻ ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ വെച്ചാൽ അപ്പം ചെയ്യാം. പിന്നെ ഗൈസ് ഇവിടെ നമ്മൾ വേൾഡ് ഇപ്പോൾ മഴ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾക്ക് വില്ലേജ് കാണിച്ചു തരാം. വില്ലേജിന് മുന്നേ പോകുമ്പോൾ ഐസിൻ്റെ ബയോമ കാണാൻ പറ്റും. അപ്പം ഇതിൽ കൂടെ പോയിട്ടാണ് നമ്മുടെ വില്ലേജും കാര്യങ്ങളും വരുന്നത്. ഇതിൽ കൂടെ പോയപ്പോൾ നമ്മൾ ഒരു ദിവസം വില്ലേജ് കണ്ടു. അപ്പോഴാണ് നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചത് ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് വഴി അറിയില്ല ഗൈസ്. ഇവിടെ കുറേ, പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഗൈസ്. വഴി കൃത്യമായിട്ട് അറിയില്ല. ഇവിടെയാണെന്ന് തോന്നുന്നു വില്ലേജ്. ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചു. ഞാൻ അങ്ങോട്ട് വരാം. എവിടെ നീ? ഞാനിവിടെ ഉണ്ട്. ഇതാണ് വില്ലേജ്. ഇവിടെ കുറേ വില്ലേജസൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു അയൺ കോളാണ്ടുള്ളൂ. പിന്നെ ഇത് ഐസിത്തെ വില്ലേജ് ആയതുകൊണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ വില്ലേജും കാര്യങ്ങളും.
പിന്നെ നമ്മുടെ വലിയ പിഗ്ഗിലിൻ ഫാം ഉണ്ട്. പിഗ്ഗിലിൻ വലിയ പോർട്ടൽ വെച്ചിട്ട് ഇത് നമ്മുടെ അരിംബ്രോ സെറ്റ് ചെയ്തതാണ് ഗൈസ്. മൾട്ടിപ്ലെയർ കളിച്ചപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഓണാക്കാന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിലേക്ക് പോകണം. ബാക്കിൽ പോകുമ്പോൾ ഇവിടെ ഒരു ലിവർ സ്വിച്ച് പോലെ കാണാൻ പറ്റും. അത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പിഗ്ഗിലിൻ ഫാം വർക്ക് ചെയ്യും. ഈ ഫാം ഓണാക്കിയാൽ നല്ല രീതിയിൽ ഹാങ് ആവും. ഗെയിം ലാഗ് അടിക്കുന്നുണ്ട് ഗെയിം. പിന്നെ നമ്മൾ താഴത്തോട്ട് പോകുമ്പോൾ പിഗ്ഗിലിനെ അവിടെ വെച്ച് നമുക്ക് തീർക്കാൻ പറ്റും ഗൈസ്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ. ഇവിടെ നമ്മൾ കുറേ ചെസ്റ്റും പിന്നെ റെഡ് സ്റ്റോണും എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അരുൺ ബ്രോ ആണ് സെറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ കുറേ റെഡ് സ്റ്റോൺ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇത് ഓരോത്തേക്ക് ഓരോന്ന് പോണ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോർട്ടാക്കിയിട്ട് റോട്ടം ഫ്ലഷ് ഒരു ചെസ്റ്റിക്ക് അങ്ങനെ. പിന്നെ ഇവിടെ ലാവയ്ക്ക് വീഴുന്നത് നമ്മുടെ സ്വാഡും കാര്യങ്ങളാണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടുത്ത് പോയി നിന്നാൽ മതി. സ്വാഡൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ ഞാനിത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഒക്കെ എടുത്തതാണ്. അതൊക്കെ പോയി എങ്ങനെയാണെന്നറിയില്ല. കുറേ വീഡിയോസൊക്കെ എടുത്തതാണ്. കുറേ കുഞ്ഞ് പോർട്ടലൊക്കെ കണ്ട അതിൽ കൂടെ ഒക്കെ നടക്കുന്ന പോലെയൊക്കെ എക്സ്പ്ലോർ ചെയ്തെടുത്തതാണ്. ആ വീഡിയോ ഒക്കെ പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ.